24 ദിവസത്തെ കാത്തിരിപ്പ്. ഓൾഡ് ട്രാഫോർഡിൽ നമ്മുടെ ടീം കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ നല്ല മഹത്തായ പ്ലെയേഴ്സ് പിച്ചിലോട്ട് ഇറങ്ങി ലീഡ്സിനെതിരെ കളി മൂഞ്ചിച്ച് കയ്യിൽ തന്നു. 30 മിനിറ്റ് ആകുമ്പോഴേക്കും കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആക്ച്വലി അല്ല, 5 മിനിറ്റ് ആകുമ്പോഴേക്കും കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ ഈ കളി കഴിഞ്ഞതിന് ശേഷം സ്കോർ ലൈൻ കാണുന്ന ആൾക്കാരുണ്ടാവും. അതായത് മാച്ച് കാണാതെ സ്കോർ ലൈൻ കണ്ടിട്ട് സ്റ്റാറ്റ്സ് നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ അത് നോക്കിയിട്ട് ഈ കളി വിലയിരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഭയങ്കര സിൻറ്റിലേറ്റിംഗ് ഫുട്ബോളാണ് കളിച്ചത്. 10 പേരായിട്ട് ചുരുങ്ങി, മാർട്ടിനസ് റെഡ് കാർഡ് ചെയ്തതിന് ശേഷം 10 പേരായിട്ട് ചുരുങ്ങിയതിന് ശേഷവും യുണൈറ്റഡ് ഫൈറ്റ് ചെയ്യായിരുന്നു, എന്തോ കഷ്ടിച്ചാണ് ലീഡ്സ് രക്ഷപ്പെട്ടതാണ് 2-1 എന്നൊക്കെ വിചാരിക്കും. പൊന്നു മക്കളെ, നിങ്ങൾ വധം കണ്ടുണ്ടോ? അതായത് എനിക്ക് ഇപ്പോൾ ഏകദേശം 35 വയസ്സായി. ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ ലീഡ്സ് യുണൈറ്റഡ് ഓൾഡ് ട്രാഫോർഡിൽ ജയിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ ഇന്നലെ കണ്ടു. അതിനർത്ഥം നമ്മുടെ പ്ലേയേഴ്സിനെ കൊണ്ട് വല്ല കൈക്കോട് എടുത്ത് കളയ്ക്കാൻ പോവാനോ അല്ലെങ്കിൽ വല്ല ചൂണ്ടയിട്ട് മീൻ പിടിക്കാനോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിന് പോയാലും ഇവരവിടെയും ശരിക്കും സക്സസ് ആവും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പ്ലേയേഴ്സ് ചൂണ്ട പോയിട്ട് കുളത്ത് പോലും ഇടാൻ അറിയാത്ത ടീംസാണ് അല്ലെങ്കിൽ പ്ലേയേഴ്സാണ് നമ്മുടെ ഉള്ളത്. ഞാനിതിൽ കാരിക്കിനെ വലിച്ചിട്ട് കുറ്റം പറയുന്നില്ല. കാരണം കാരിക്കിനെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്നുള്ളത് എനിക്ക് പണ്ടറിയാം. അത് ഞാനിവിടെ പറഞ്ഞപ്പോഴും പല ആൾക്കാരും വന്നിട്ട് നെഗറ്റീവാണ്, ബ്രോ ഭയങ്കര നെഗറ്റീവാണ്, ഇങ്ങനെ നെഗറ്റീവ് ആവരുത്, നമ്മുടെ ഒരു കോച്ചാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണ്, പ്ലാവാണെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം വെസ്റ്റ് ഹാമിനെതിരെ, ലീഡ്സിനെതിരെ, ബോർൺമൗത്തിനെതിരെ, പാലസിനെതിരെ എല്ലാ ടീമിനെതിരെയും ഔട്ട് ക്ലാസ്ഡ് ആയിരുന്നു. റിസൾട്ട് നോക്കുമ്പോൾ പാലസിനെതിരെ 2-1 വിജയം, വെസ്റ്റ് ഹാമിനെതിരെ 1-1 സമനില, ലീഡ്സിനെതിരെ 2-1 തോൽവി, ബോർൺമൗത്തിനെതിരെ 2-2 സമനില, ന്യൂകാസിൽ 10 പേരുള്ള ന്യൂകാസിലിനെതിരെ 2-1 തോൽവി. ഈ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. സത്യം പറഞ്ഞാൽ നമ്മളെക്കാട്ടും കൂടുതൽ കാരിക്കിനും അതേപോലെ തന്നെ അവിടെയുള്ള കുറച്ച് പ്ലെയേഴ്സിനും പിന്നെ നമ്മുടെ എല്ലാം ശരിയായി എന്ന് വിചാരിച്ചിരിക്കുന്ന ഓണർഷിപ്പിനും മുഖത്ത് കിട്ടിയ ഒരടി തന്നെയാണ് ഈ റിസൾട്ട്. അത് വേണം. കാരണം കളിച്ച് തോറ്റ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇജാതി ദുരന്തം പെർഫോമൻസ്, ഞാൻ പല വേർഡ്സും പറയാത്തത് വേണ്ടാച്ചിട്ടാണ്. കാരണം എന്തിനാണ് നമ്മളിത് എത്രാമത്തെ പ്രാവശ്യം കാണുന്നത്? ഇവിടുന്ന് പ്ലെയേഴ്സ് പോവാതെ ഉഗാർത്തെ, കസമീറോ, ഡാലോ, ലൂക്ഷോ, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരാളും കൂടി ആഡ് ചെയ്യാണ്. ഉള്ള കാര്യം പറയാം, ലിസാൻഡ്രോ മാർട്ടിനസ്. ചോപ്പാട് മേടിച്ചോണമെന്നല്ല, ഇത്രയും കളി മിസ്സായ ലിസാൻഡ്രോ മാർട്ടിനസ് ഫിറ്റ് അല്ല നമ്മുടെ കയ്യിൽ കളിക്കാൻ. ഇനി അങ്ങോട്ട് ഫിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് വിഷമമൊക്കെ ഉണ്ടാവും. ഒരു തേങ്ങ വിചാരിച്ചിട്ട് കാര്യമില്ല. വിൽക്കേണ്ട ആൾക്കാരെ വിൽക്കേണ്ട സമയത്ത് വിൽക്കണം. കാസമിറോ ഗോൾ അടിച്ചുകൊണ്ട് വലിയ ആളൊന്നും ആയിട്ടില്ല. ഇന്നലെ കാസമിറോ കാണിച്ച ദുരന്തം പെർഫോമൻസ് ഉണ്ട്. ചില സമയങ്ങളിൽ ലാമൻസും അതേപോലെ തന്നെ വേറെ പ്ലെയേഴ്സും കളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നലത്തെ സ്കോർ ലൈൻ 2-1 വല്ല 6-0, 7-0 ലീഡ്സ് കളി ജയിച്ചുകൊണ്ട് വീട്ടിൽ പോയിണ്ടാവും. നോ ഇൻറ്റൻസിറ്റി അത് പണ്ടേ ഇല്ല. അതായത് കാരിക്ക് വന്ന മുതൽക്ക് ആ ഫസ്റ്റ് 2 ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇൻറ്റൻസിറ്റി പറഞ്ഞ സംഭവം നമ്മൾ ഡിക്ഷണറിയിൽ ഉണ്ടായിട്ടില്ല. ഫിസിക്കാലിറ്റി അതുമില്ല. എല്ലാ പ്ലേസും സ്ലോ ആണ്. 24 ദിവസം റെസ്റ്റ് കിട്ടിയിട്ട് തിരിച്ചു വരുന്നൊരു ടീം ശരി കുറച്ച് റെസ്റ്റ് ആവും, സ്ലോ ആവും, ഓക്കെ, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ ഇമാതിരി മാട്ടക്കളി കളിക്കണം ഞാൻ ആദ്യമായിട്ട് കാണാം. 24 ദിവസം റെസ്റ്റ് കിട്ടിയ പ്ലെയേഴ്സ് ഇജാതി മാട്ടക്കളി കളിക്കണം ഞാൻ ആദ്യമായിട്ട് കാണാം. അതിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ലീഡ്സിൻ്റെ പ്ലെയേഴ്സ് ആയിരിക്കും ആ പിച്ചിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്തിട്ടുണ്ടാവുക. ഇതിൽ മാച്ച് ഫിറ്റ്നസ്, മാങ്ങ തേങ്ങ, 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ യുണൈറ്റഡ് ഫാൻസ് അല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്യുവർ അജണ്ട വെച്ച് പറയുന്ന ആൾക്കാരാണ്. എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം ഈ യുണൈറ്റഡിനെ കാരിക്കിന് നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ ഇന്ന് എഴുതി തരാം. അത് ഞാനോട് പലപ്പോഴും പറഞ്ഞ സംഭവമാണ്. അന്നൊക്കെ നിങ്ങൾ നെഗറ്റീവാണ്, തേങ്ങയാണ്, അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ 4K റെസൊല്യൂഷനിൽ കാണാൻ പറ്റുകയാണ് എന്തുകൊണ്ട് കാരിക്ക് ഈ റോളിൽ സൂട്ടല്ല എന്നുള്ളത്. നമുക്കൊരു ബെറ്റർ മാനേജർ
ടാക്ടീഷ്യൻ, ഒരു കോച്ച് വന്നേ പറ്റുള്ളൂ. അത് എന്ത് മാങ്ങാത്തൊലി ചെയ്തിട്ടാണെങ്കിൽ ലൂയിസ് എൻട്രിക്കെ അല്ലെങ്കിൽ നാഗൽസ്മാൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇറയോള പറഞ്ഞിട്ട് കോച്ച് നമ്മൾ കൊടുന്നേ പറ്റൂ. ഈ എന്താ പറയുക, ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കാത്തത് ചിലപ്പോൾ അത് ഡിസ്റെസ്പെക്റ്റ് വെച്ചിട്ട്, പക്ഷെ എന്നാലും പറയാണ്, ഇമ്മാരി വേട്ടാവളിയന്മാരൊന്നും ഇവിടെ നടക്കൂല കോച്ചിങ്ങിലൊന്നും. സ്റ്റീവ് ഹോളണ്ട് മാങ്ങാത്തൊലി ഒന്നും നടക്കാൻ പോണ സീനല്ല. ഇവർക്ക് ആകെ അറിയാവുന്നത് ഡിഫൻസ് ഷേപ്പ് കീപ്പ് ചെയ്യുക, ഇത് മാത്രമാണ്. ഒരു 11 പേരുടെ ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര മിടുക്കന്മാരാണ്. അറ്റാക്കിങ്ങിൽ പോയാൽ ഒരു പാസ് സ്ട്രിങ് ചെയ്യാൻ പറ്റുന്നില്ല, മിഡ്ഫീൽഡിൽ നിന്ന് ഒരു പാസ് വരുന്നില്ല. ഇവർക്ക് ആകെ അറിയാവുന്നത് ബോളിനെ ബോംബായിട്ട് കാണുക എന്നുള്ളതാണ്. ഒരുമാതിരി നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഫസ്റ്റ് 45 മിനിറ്റ് കളിച്ച കളിയാണെങ്കിൽ ഇവന്മാരൊക്കെ ചില കടലിനെ നടുക്കിൽ കൊണ്ടുവരണം. അത് ഏത് ദിക്കാന്ന് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞവരുടെ വേറെ ലെവലായി മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ കൊണ്ടുവരണം, എന്നിട്ട് അവിടെ നിന്ന് നീന്തി വരാൻ പറയണം. കാരണം ഇമ്മാതിരി ദുരന്തം പെർഫോമൻസ് കാണിക്കുന്ന, ഞാൻ ഒരു കാര്യം ചോദിക്കും, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ മാത്രമാണ് 11 പേരിൽ നിന്നും 10 പേരെ ചുരുങ്ങിയതിന് ശേഷം കളിക്കാൻ നോക്കുന്ന പ്ലേയേഴ്സ് ഉള്ളത്. നിങ്ങൾ വേറെ ഏതെങ്കിലും ടീമിൽ ഇത് കണ്ടിട്ടുണ്ടോ? സ്ഥിരമായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഇനി 10 പേരായിട്ട് ചുരുങ്ങിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്തു മാങ്ങാത്തോലിയാണ്. ലീഡ്സ് 70 മിനിറ്റ് കിടന്ന് ഓടി പ്രയത്നിച്ച് 2 ഗോൾ അടിച്ചതിന് ശേഷം അവർ ടയർഡായി. അതിനുശേഷം നമുക്ക് കുറച്ച് സ്പേസ് കിട്ടി, അതിൽ കയറി ഒരു ഗോൾ അടിച്ചു. അതാണ് ഈ അറ്റാക്കിംഗ് ഫുട്ബോൾ കാണിച്ചത്. നമ്മൾ ഒരു മാങ്ങാത്തോലി ഇല്ല. എന്ത് അറ്റാക്കിംഗ് ഫുട്ബോൾ? ആ ബ്രൂഡോ പറഞ്ഞ മനുഷ്യർ ഒരു അസിസ്റ്റ് കൊടുത്തോണ്ട് അത് വെച്ചപ്പെട്ട് ആ ഒരു ഗോൾ വന്നു, മര്യാദയ്ക്ക് ഒരു ക്രോസ് ഇട്ടുകൊണ്ട്. വേറെ ഒരു കുഞ്ഞ്. അതിൽ തന്നെ മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് മെയിൻ വന്ന സെറ്റാവും, മാങ്ങാത്തോലിയാണ് മെയിൻ വന്ന സെറ്റാവും. മെയിനൊക്കെ പഞ്ചാക്കി കളഞ്ഞിട്ടുണ്ടാവും ആ ലീഡ്സിൻ്റെ മിഡ്ഫീൽഡിൽ നിന്നല്ലേ. അമ്മമാർ ഇൻറ്റൻസിറ്റിയും ഫിസിക്കാലിറ്റി സ്പീഡ് വരുന്ന മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ച ഒരൊറ്റ നിമിഷം, ഒരു സെക്കൻഡ് നമ്മുടെ കയ്യിൽ പന്ത് വയ്ക്കാൻ സമ്മതിച്ചില്ല. അതിനുള്ളിൽ വന്ന് ചാടി പന്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കളി കാണുമ്പോൾ അതിൽ ആരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നും ഏതാണ് ലീഡ്സ് യുണൈറ്റഡ് എന്നും മാറിപ്പോവാണ്. ജേഴ്സി അങ്ങോട്ടും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ശരി കറക്റ്റാവും വേണമെങ്കിൽ കളി. ഇമ്മാരി ദുരന്തം പിടിച്ച വേട്ടാവളിയന്മാരൊക്കെ ഇവിടെ നിർത്തി കളയാതെ, ഇൻക്ലൂഡിങ് മൈക്കിൾ കാരിക്ക്, സ്റ്റീവ് ഹോളണ്ട്, പല പ്ലേയേഴ്സ്. ഇമ്മാരി വേട്ടാവളിയന്മാരെ ഇവിടെ എടുത്ത് കളയാണ്ട് ഈ ടീം എവിടേക്ക് എത്താൻ പോകുന്നില്ല. ഈ ടീം വെച്ചിട്ട് കാരിക്കിന് ജോബും കൊടുത്തിട്ട് പോക്കെങ്കിൽ എഴുതി വെച്ചോ, UCL ഗ്രൂപ്പ് സ്റ്റേജിൽ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്സ് ആയിട്ട് 8-0 9-0 ഗോൾ വഴങ്ങിക്കൊണ്ട് ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്സ് ആയിട്ട് തിരിച്ചു വരേണ്ടി വരും. ആ ഒരു സ്ഥലത്തേക്ക് പോവാതിരിക്കാൻ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കോച്ചിനെ മാറ്റുക, എന്നിട്ട് പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾ UCL ക്വാളിഫിക്കേഷൻ നേടാതിരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇമ്മാരി പെർഫോമൻസ്, ഞാനിപ്പോൾ ഇന്നലത്തെ കളി മാത്രമല്ല കഴിഞ്ഞ ഒരു 5-6 ഗെയിമിൻ്റെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ UCL പോകുമ്പോൾ. എന്തായി മാറുന്നുള്ളത് പടച്ച തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ഇവന്മാർക്ക് ജീവനോടെ വന്നാ ഭാഗ്യം. ഫുട്ബോളിംഗ് ടേംസിൽ ഇവന്മാർക്ക് ജീവനോടെ തിരിച്ച് വന്നാ ഭാഗ്യം UCL ഗെയിംസിന്. എസ്പെഷ്യലി PSG, ബയേൺ, റയൽ, ബാഴ്സ അങ്ങനത്തെ ടീമിനൊക്കെ മുമ്പ് പോയി പെട്ട് കഴിഞ്ഞാൽ എന്താവുന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബ്രൂണോക്ക് അസിസ്റ്റ് കിട്ടിയ അത് വലിയ കാര്യം, അത് മാത്രമേ അതിൽ പറയാനുള്ളൂ, വേറെ ഒന്നും വലിയ പറയാനില്ല. 76,000 കാണികൾക്ക് എൻ്റെ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ടിക്കറ്റും പൈസയും കൊടുത്ത് പോയി കണ്ടിട്ട് നിങ്ങളവർ മൂഞ്ചിച്ച് വിട്ട്, അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ TV ഇരുന്ന് കണ്ട് നമ്മൾ മൂഞ്ചി, എല്ലാവരും മൂഞ്ചി, മൊത്തത്തിൽ മൂഞ്ചി, ആകെ മൂഞ്ചിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ കോമൻസ് ഒക്കെ താഴെ റിപ്ലൈ ആയിട്ട് ഇടുക. പിന്നെ അതിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവം, എൻ്റെ പ്രഡിക്ഷൻ 4-0 ആയിരുന്നു. സത്യം പറഞ്ഞാൽ ലീഡ്സ് 5-0 കളി ജയിക്കേണ്ടതായിരുന്നു. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ലീഡ്സ് കഴിഞ്ഞ 4 മത്സരത്തിൽ ഗോൾ പോലും അടിക്കാത്ത ടീമാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ലീഡ്സിൻ്റെ കളി ജയിക്കാത്ത ടീമാണ്. ആ ടീമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മളെ പുറഞ്ചം എന്താ പറയുക അടിച്ച് ഒതുക്കി മെതിച്ച് ഓൾഡ് ട്രാഫോർഡ് നിലത്തിട്ടത്. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാന്നുള്ളത് നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീണ്ടും വേറൊരു വീഡിയോ കാണാം. മൂഞ്ചിരിക്കുകയാണ്, ഒന്നും പറയാനില്ല. താങ്ക്സ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേയേഴ്സ്, സ്പൈൻലെസ് ബഞ്ച് ഓഫ് ഇഡിയറ്റ്സ്.